നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്ങനെയുണ്ടായിരുന്നു മുകുന്ദന്റെ വീട്ടിലെ വിരുന്ന്? ആ, നന്നായിരുന്നു. ഗൗരിയമ്മയ്ക്ക് സന്തോഷമായി. ആണോ? അവിടുന്ന് നേരെ ഇങ്ങോട്ടായിരിക്കും വന്നതല്ലേ? മുകുന്ദൻ പറഞ്ഞത് അവിടുന്ന് ഏട്ടനും മഞ്ജുവും 1 മണിക്ക് ഇറങ്ങിയെന്ന. അവിടുന്ന് ഇങ്ങോട്ട് ബൈക്കിലെത്താൻ അരമണിക്കൂർ പോലും വേണ്ടല്ല. ഇപ്പതേ 4 മണിയായി. എവിടെയായിരുന്നു മോനെ ഇത്രയും നേരം? അത് പിന്നെ നീ പറ, എവിടെയായിരുന്നു? വരുന്ന വഴിക്ക് ബൈക്ക് കേടുവന്ന് കാണും അല്ലേ മഞ്ജു? നീയാ എന്റെ മോനെ വഴി തെറ്റിക്കുന്നത്. നിങ്ങൾ ഇവളുടെ വീട്ടിൽ പോയിന്ന് എനിക്കറിയാം. നിന്റെ അച്ഛനെ കൊന്നവന്റെ വീട്ടിൽ തന്നെ നിനക്ക് വിരുന്നിന് പോണം അല്ലേ? എനിക്ക് പോവാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഗൗരിയമ്മ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ മഞ്ജുവിന്റെ വീട്ടിലേക്ക് പോയത്. നിന്നെ പ്രസവിച്ചത് ഗൗരിയമ്മയല്ല, ഈ അമ്മയാ. അവരുടെ വീട്ടിൽ നീ പോയാ എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുന്ന് നീ ചിന്തിച്ചില്ലേ? എന്നാലും നീ കൊള്ളാലോ കൊച്ചെ. വീട്ടിൽ കയറി ഇത്രയും ദിവസം കൊണ്ട് നീ എന്റെ മോനെ വളച്ചെടുത്തു അല്ലേ? മഞ്ജു വശീകരണമൊക്കെ പഠിച്ചു കാണും അമ്മേ. എനിക്കെന്റെ സ്വന്തം ഭർത്താവിനെ വശീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ശരിയാ, ചേട്ടൻ അല്ലെങ്കിലേ ഇവളുടെ സാരത്തുമ്പിലാണല്ലോ. മതി, നിർത്ത സ്വപ്നെ. മഞ്ജു, നീ മുറിയിലേക്ക് പോ. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അമ്മയുടെ മുമ്പിൽ വെച്ച് അവൾ എന്നോട് തർക്കുത്തരം പറഞ്ഞു. അവളായതുകൊണ്ടാ നിനക്ക് തല്ല് കിട്ടാത്തത്. നീ പറഞ്ഞതിനൊക്കെ അവൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. നിന്റെ ചേട്ടന്റെ ഭാര്യയുടെ അടുത്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. കുറച്ച് മര്യാദയൊക്കെ ആവാം. അവളെ പറഞ്ഞപ്പോഴേക്ക് ഏട്ടന് കൊണ്ടു. അതാ എനിക്കെതിരെ സംസാരിക്കുന്നത്. നന്നായിട്ടുണ്ട്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പലരും പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. നിനക്കിപ്പോ എന്നെക്കാളും വലുത് അവള് തന്നെയാ. എനിക്കറിയാവുന്ന ഗിരി ഒരിക്കലും ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കില്ല. അല്ലെങ്കിലും ഭാര്യ വരുന്നത് വരെ ആൺമക്കളുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് സ്ഥാനമുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തു വേണമെങ്കിലും ചെയ്തു. എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട.